നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവർത്തകർക്ക് ആവേശം പകർന്ന് പട്ടാമ്പിയിൽ പാലക്കാട് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ റോഡ് ഷോ നടത്തി. ഓങ്ങല്ലൂർ മുതൽ മുതുതല വരെയായിരുന്നു റോഡ് ഷോ നടത്തിയത്. പാലക്കാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ നടത്തിയ റോഡ് ഷോ ആവേശകരമായി. ഓങ്ങല്ലൂരിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ മുതുതലയിൽ സമാപിച്ചു. നൂറുകണക്കിന് ബൈക്കുകളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ സ്ഥാനാർത്ഥി വോട്ടർമാരെ അഭിവാദ്യം ചെയ്തു. എല്ലാവർക്കും കൈവീശി കാണിച്ചുകൊണ്ട് അഭിവാദ്യം നേർന്നാണ് റോഡ് ഷോ കടന്നുപോയത്. ഓരോ പോയിന്റുകളിലും സ്വീകരണവും നൽകി. UDF നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ശ്രമിക്കുന്ന സംഘപരിവാർ ഫാസിസത്തെ ചെറുത്തു തോൽപ്പിക്കാൻ രാഹുൽ ഗാന്ധിയുടെ കഥങ്ങൾക്ക് ശക്തി പകരാൻ പ്രിയമുള്ളവരെ ഒരു കൈ സഹായിക്കണമേ എന്ന് നിങ്ങളെ നേരിൽ കണ്ടെത്തിയർപ്പിക്കുന്നതിന് വേണ്ടി പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ മുന്നണി പോരാളി ശ്രീമാൻ VK ശ്രീകണ്ഠൻ ഇതുവഴി കടന്നു വരികയാണ്. നിങ്ങളുടെ വിലയേറിയ മനസ്സാക്ഷിയുടെ വിലപ്പെട്ട കലപ്പെട്ട മനസ്സാക്ഷിയുടെ അംഗീകാരം കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് നിങ്ങളെ നേരിൽ കണ്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ജനനായകനിത ഈ വാഹനത്തിന്റെ പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ റേഷൻ കടയ്ക്ക് സമീപം വാട്ടർ അതോറിറ്റിയുടെ വലിയ പൈപ്പുകൾ പൊട്ടി റോഡ് പിളർന്നു. തൃത്താല പാവർട്ടി ശുദ്ധജല പദ്ധതിയുടെ പൈപ്പാണ് ചൊവ്വാഴ്ച രാവിലെ 8:30 വലിയ ശബ്ദത്തോടെ പൊട്ടിയത്. സമീപത്തെ പറമ്പുകളിലേക്കും കാനകളിലേക്കും റോഡിലും വെള്ളം പരന്നൊഴുകി ഗതാഗതം സ്തംഭിച്ചു. സ്കൂൾ ഓഫീസ് സമയമായതിനാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ വലഞ്ഞു. ആഴ്ചകൾക്ക് മുമ്പാണ് പെരുമ്പിലാവ് നിലമ്പൂർ പാതയായ റോഡിന്റെ പുനർനിർമ്മാണം നടത്തി ഉദ്ഘാടനം നടന്നത്. 15 മീറ്ററോളം നീളത്തിലും വീതിയിലുമാണ് റോഡ് പിളർന്നിട്ടുള്ളത്. നാട്ടുകാർ വാഹനങ്ങൾ നിയന്ത്രിച്ച് അപകടാവസ്ഥ ഒഴിവാക്കുകയും വാട്ടർ അതോറിറ്റിയെ അറിയിച്ച് ജലവിതരണം നിർത്തിവെക്കുകയും ചെയ്തു. മേഖലയിലെ റോഡ് ഗതാഗതം പൂർണ്ണമായി തകരാറിലായതിനാൽ പാലക്കാട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ചാലിശ്ശേരി വഴിയും തൃശൂർ ഗുരുവായൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കല്ലുംപുറം വഴിയും തിരിച്ചുവിട്ടാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത്. പൈപ്പ് പൊട്ടി അപകടാവസ്ഥയാണെന്ന് ജല അതോറിറ്റിയെയും പോലീസിനെയും നാട്ടുകാർ അറിയിച്ചെങ്കിലും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പോലീസ് എത്താതിരുന്നതിൽ നാട്ടുകാർ ക്ഷുഭിതരായി. CCTV ന്യൂസ് പെരുമ്പിലാവ്. പട്ടാമ്പി നീള ആശുപത്രിക്ക് സമീപത്തെ പാടത്തെ കുറ്റിക്കാടുകൾക്ക് തീപിടിച്ചത് പ്രദേശവാസികളെ ആശങ്കയിലാക്കി. തീ റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള കുറ്റിക്കാടുകളിലേക്കും പടർന്നു പിടിച്ചു. ഷൊർണൂരിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ പൂർണ്ണമായും അണയ്ക്കാനായത്. പട്ടാമ്പി നീള ആശുപത്രിക്ക് സമീപത്തെ പാടത്തിനോട് ചേർന്നുള്ള കുറ്റിക്കാടുകൾക്കാണ് കഴിഞ്ഞ ദിവസം തീപിടിച്ചത്. റെയിൽവേ പാതയ്ക്ക് സമീപത്തെ കുറ്റിക്കാടുകൾ കത്തിയമർന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും പൂർണ്ണമായും തീയണയ്ക്കാൻ സാധിച്ചില്ല. തുടർന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ പൂർണ്ണമായും അണയ്ക്കാനായത്. തീ മറ്റു ഭാഗങ്ങളിലേക്കും പടർന്നുകൊണ്ടിരുന്നത് പ്രദേശവാസികൾക്ക് ആശങ്കയ്ക്കിടവരുത്തിയിരുന്നു. പ്രദേശം പുകപടലങ്ങളാലും നിറഞ്ഞു. റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള കുറ്റിക്കാടുകളിൽ തീപിടിക്കുന്നത് ഈ ഭാഗങ്ങളിൽ പതിവാണ്. പട്ടാമ്പിയിൽ ഫയർഫോഴ്സ് യൂണിറ്റിൽ സേന ഉണ്ടാവാത്ത സാഹചര്യത്തിൽ ഷൊർണൂരിൽ നിന്നുമുള്ള യൂണിറ്റാണ് ഇവിടെ എത്തി തീയണച്ചത്. കേരള കലാമണ്ഡലത്തിൽ നിന്നും വൻതോതിൽ പഴയ സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോകുന്നതായി ആരോപണം. ലേലം ചെയ്യാതെയും മറ്റ് അനുമതികൾ വാങ്ങാതെയും പഴയ സാധനങ്ങൾ കടത്തി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നതായി വള്ളത്തോൾ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ് ആരോപിച്ചു. കലാമണ്ഡലത്തിലെ എല്ലാ ഗേറ്റുകളിലും സെക്യൂരിറ്റി ചെക്കിംഗ് സംവിധാനവും ക്യാമ്പസ് മുഴുവൻ നിരീക്ഷണ ക്യാമറകളും ഉണ്ടായിരിക്കെ കലാമണ്ഡലത്തിലെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് കൊള്ള നടത്തുന്നത് എന്നാണ് ആരോപണം. വർഷങ്ങൾക്ക് മുൻപ് കലാമണ്ഡലത്തിലേക്ക് എത്തിച്ച നൂറുകണക്കിന് ജലവിതരണ പൈപ്പുകളും മറ്റും ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിരുന്നു. ഇതിൽ നിന്നാണ് ഇടയ്ക്കിടെ അധികൃതരുടെ ഒത്താശയോടെ CPM അനുകൂല സംഘടനാ നേതാക്കളുടെ പിന്തുണയിൽ അനധികൃതമായ കടത്തു നടത്തി ലക്ഷങ്ങൾ കൊള്ളയടിക്കുന്നത് എന്നും കോൺഗ്രസ് ആരോപിച്ചു. പുറത്തോട്ടും വിടുന്ന സമയത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഉള്ളിൽ ക്യാമ്പസ് മാനേജറുണ്ട്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിലൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ സ്ഥിരം ജീവനക്കാരും സ്ഥിരമല്ലാത്ത ജീവനക്കാരും ഈ കച്ചവടക്കാരുടെ ആളുകളും CPMൻ്റെ സിൽബന്ധികളൊക്കെ സ്വൈര്യവിഹാരം നടത്തുന്ന കേന്ദ്രമാണ് ഈ കലാമണ്ഡലം. ആ കലാമണ്ഡലത്തിനകത്തു നിന്നും ഇത്ര ഒരു 21/3/2024 KL 48 ഈ 16/18 ടാറ്റ സൂപ്പർ ഐസിൽ വൈകിട്ട് 5:30 സ്ക്രാപ്പ് കടത്തിയിട്ടുണ്ട്. ഇത് VCO രജിസ്ട്രാറോ അറിയാതെ നടക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.
ഇനി ഇത് നിഷേധിക്കുകയാണെങ്കിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് ഇതിനെ വിഷ്വൽസ് അടക്കം പുറത്തുവിടാൻ പിന്നെ ഞങ്ങൾ ഒരുക്കാണ്. തികച്ചും ഉത്തരവാദിത്വത്തോടു കൂടിയിട്ടാണ് ഇത് പറയുന്നത്. കലാമണ്ഡലത്തിനെ ഇങ്ങനെ നശിപ്പിക്കാൻ ഒരിക്കലും കോൺഗ്രസും UDF അനുവദിക്കില്ല. ഇതിൻ്റെ പിന്നിൽ CPMൻ്റെ വലിയൊരു ലോബി ഈ സ്ക്രാപ്പ് കച്ചവടത്തിനകത്ത് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കണം. ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ പ്രതികളെ കണ്ടെത്തണം. ജീവനക്കാർക്ക് മാസങ്ങളോളം ശമ്പളം മുടങ്ങുകയും ദൈനംദിന ചെലവുകൾക്ക് തന്നെ ബുദ്ധിമുട്ടുന്ന രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സ്ഥാപനത്തിന്റെ കഴുക്കോലടിച്ചു മാറ്റുന്ന പ്രവർത്തനങ്ങൾ VC-യുടെയും രജിസ്ട്രാറുടെയും അറിവോടെയാണോ എന്നും അല്ലെങ്കിൽ ഈ വിവരം പോലീസിനെ അറിയിച്ചോ എന്നും വ്യക്തമാക്കണമെന്ന് ഷാനവാസ് പറഞ്ഞു. സംഭവത്തെപ്പറ്റി അറിവില്ലെന്ന് നടിച്ച് കള്ളന്മാർക്കും കച്ചവടക്കാർക്കും സുരക്ഷിത കൂടാരം നിർമ്മിച്ചുകൊണ്ട് സംരക്ഷിക്കാനാണ് ഉദ്ദേശമെങ്കിൽ കൂടുതൽ തെളിവുകൾ പൊതുജനമധ്യത്തിൽ കൊണ്ടുവരികയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടുത്ത പ്രതിഷേധത്തിലേക്കും കടക്കും. വിഷയത്തിൽ VC തന്നെ നേരിട്ട് അന്വേഷണം നടത്തണമെന്നും ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾക്കും മന്ത്രിക്കും പരാതി നൽകുമെന്നും ഷാനവാസ് അറിയിച്ചു. അവിടെ പ്രതികളെ മുഴുവൻ കലാമണ്ഡലത്തിനകത്ത് വെച്ചിരിക്കാതെ പ്രതികളെ മുഴുവൻ ഞങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ KL 48 ഈ 1618 ടാറ്റ സൂപ്പർ ഐസ് ആ വണ്ടിയുടെ ഓർഡർ അത് പിന്നെ തെറ്റാണെന്ന് അറിയില്ല. അതിൻ്റെ ഓർഡർ നമ്മൾ സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരം ഒരു സക്കീർ KH എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വണ്ടി എന്നുള്ള ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് അന്വേഷിച്ച് പോലീസിന് വിവരങ്ങൾ കൈമാറണം. അവിടെ കലാമണ്ഡലത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താൻ പോലും എന്താണ് പറയുക സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ആ സമയത്താണ് ഈ കലാമണ്ഡലം പൊളിച്ചു വിൽക്കുന്ന തരത്തിലേക്ക് ഈ ലോബി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ മുച്ചൂട് മുടിക്കാനുള്ള തീരുമാനം CPM ലോബി നടത്തുകയാണെങ്കിൽ കലാമണ്ഡലത്തിനെ പൊളിച്ചു വിൽക്കാനാണ് CPMൻ്റെ ശ്രമമെങ്കിൽ അതിനെ ചെറുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്നാൽ സംഭവത്തിൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം പോലീസിൽ അറിയിച്ച് കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന് രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ P പ്രതികരിച്ചു. CCTV ന്യൂസ് തളി. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. കാർഷിക മേഖലയുടെ നിലനിൽപ്പിനായി പുത്തൻ കൃഷി രീതികൾ കർഷകരിലേക്ക് എത്തിക്കാൻ മധ്യമേഖല ഗവേഷണ വിജ്ഞാന വ്യാപന ഉപദേശക സമിതി യോഗത്തിൽ നിർദ്ദേശം. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു യോഗം. ജില്ലാ ആത്മ പ്രോജക്ട് ഡയറക്ടർ PA ഷീന യോഗം ഉദ്ഘാടനം ചെയ്തു. പാലക്കാട്, തൃശൂർ, മലപ്പുറം, എറണാകുളം എന്നീ ജില്ലകൾ ഉൾപ്പെടുന്ന മധ്യമേഖല ഗവേഷണ വിജ്ഞാന വ്യാപന ഉപദേശക സമിതി യോഗമാണ് പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടന്നത്. 45ാമത് ഉപദേശക സമിതി യോഗമായിരുന്നു ചേർന്നത്. യോഗം പാലക്കാട് ആത്മ പ്രൊജക്ട് ഡയറക്ടർ PA ഷീന ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ കാർഷിക മേഖലയെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുവാനാവുകയുള്ളൂവെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ സൂചിപ്പിച്ചു. കർഷകർക്ക് കൃഷിയോടുള്ള താല്പര്യം കുറഞ്ഞു വരികയാണ്. യുവാക്കൾ കാർഷിക മേഖലയോടെ പ്രാമുഖ്യം കാണിക്കുന്നില്ലെന്നും അവർ ഓർമ്മപ്പെടുത്തി. RARSന്റെ സഹകരണം നമുക്ക് നന്നായിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ഒരു ക്ലോസ് കോൺടാക്ട് വയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാ സഹായവും എല്ലാ സമയത്തും നമുക്ക് ഉപകാരപ്രദമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ തുടർന്നും നമുക്ക് ഒന്നിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഈ കാർഷിക മേഖലയെ നിലനിർത്തി കൊണ്ടുപോകാനും നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, കാർഷിക മേഖലയിൽ ഇപ്പോൾ നമുക്ക് ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫാമേഴ്സിന്റെ ഇൻട്രസ്റ്റ് തന്നെയും നമുക്ക് പുതിയ പുതിയ യൂത്തുകളൊന്നും ഇതിനകത്തോട്ട് വരുന്നില്ല. പിന്നെ വരുന്നവർ വളരെ കുറച്ച് പേരാണ്. അവരൊക്കെ ഒരു ഹൈടെക് കൾട്ടിവേഷനാണ്. അവരൊന്നും നമ്മളെ അപ്രോച്ച് ചെയ്യുന്നവരല്ല. അവർക്കൊക്കെ എക്സ്പോഷർ കിട്ടാൻ ഒത്തിരി സാധ്യതകൾ വേറെയുണ്ട്.
അപ്പോൾ പണ്ടത്തെ പോലെ അവർ കൃഷിഭവനെ തേടി വരുമൊന്നുമില്ല. ഒരു 1-2 പ്രാവശ്യം വന്നാൽ നമുക്ക് അതിനൊരു ആൻസർ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവരില്ല. പിന്നെ അവർക്ക് എവിടെയാണോ സഹായം കിട്ടുന്നത്, എന്താണോ അത് സയന്റിഫിക് ആണോ എന്നൊന്നും അറിയില്ല. അവർക്ക് ആ കിട്ടുന്ന എവിടുന്നാണ് അവർക്ക് ഒരു മറുപടി കിട്ടുന്നത്, അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയാണ്. അത് എത്രത്തോളം അവരുടെ സഹായിക്കുന്നു, അത് ഇൻ ദ ലോങ് റണ്ണിൽ അത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുമോ, അവരുടെ ഇൻകം കൂട്ടോ അല്ലെങ്കിൽ അവരുടെ ക്രോപ്പിന് അത് തടസ്സമുണ്ടാക്കോ, ഒന്നും അവർ കിട്ടില്ല. അവർ ചോദിക്കുന്ന ഒരു ആൻസർ കിട്ടുന്നത്. അതിൽ നമുക്കറിയാം, പാലക്കാട് ജില്ലയിൽ ഞാൻ കണ്ടുവന്നിരിക്കുന്ന ഒരു സ്ഥലം നമ്മളെ മാംഗോ എന്ന് പറയുന്ന മുതലമടയിലുള്ളതാണ്. ഒരു 30 വർഷമായിട്ടാണ് അവിടെ അധികം കോട്ടണും പിന്നെ ഗ്രൗണ്ട്നട്ടൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്തിരുന്നത്. കാർഷിക മേഖലയിൽ പുത്തൻ കൃഷിരീതികൾ കണ്ടെത്തി അവ എങ്ങനെ നടപ്പാക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും യോഗം ചർച്ച ചെയ്തു. യോഗത്തിൽ ഡോക്ടർ മധുസുബ്രഹ്മണ്യൻ അധ്യക്ഷനായിരുന്നു. വിജ്ഞാന വ്യാപന വിഭാഗം മേധാവി ഡോക്ടർ ജേക്കബ് ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ പി രാജി, മീന മാത്യു, ഡോക്ടർ ബി തുളസി, മറ്റു ശാസ്ത്രജ്ഞന്മാർ, കർഷക പ്രതിനിധികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. മാനവികതയുടെയും പരസ്പര സ്നേഹത്തിന്റെയും സന്ദേശം പകർന്ന് കൂറ്റനാട് ഉല്ലാസ് നഗർ മജ്ലിസ് സുന്നൂർ മഹൽ നിവാസികൾ സമൂഹ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. ഇഫ്താർ സംഗമത്തിൽ ഉല്ലാസ് നഗർ നിവാസികളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സമൂഹത്തിന്റെ നാനാ തുറയിൽ നിന്നുള്ള 300-ലധികം ആളുകൾ പങ്കെടുത്തു. പട്ടാമ്പി സോൺ SYS നടത്തുന്ന ഇഫ്താർ ഖൈമ നോമ്പുതുറ സമയത്തുള്ള യാത്രക്കാർക്ക് അനുഗ്രഹമായി. മേഖലയിലെ തെരഞ്ഞെടുത്ത SYS യൂണിറ്റുകളിൽ നിന്നും കൊണ്ടുവരുന്ന വിഭവങ്ങളും ഈന്തപ്പഴം, ശുദ്ധജലം, വിവിധതരം പഴങ്ങൾ, ലഘുഭക്ഷണം എന്നിവ അടങ്ങിയ നോമ്പുതുറ കിറ്റുകളാണ് യാത്രക്കാർക്ക് SYS പ്രവർത്തകരും സാന്ത്വനം വളണ്ടിയർമാരും ചേർന്ന് വിതരണം ചെയ്യുന്നത്. നോമ്പുതുറ സമയത്ത് പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റ് വഴി യാത്ര ചെയ്യുന്ന 100 കണക്കിന് ആളുകളാണ് ഇഫ്താർ ഖൈമ വഴി നോമ്പ് തുറക്കുന്നത്. പട്ടാമ്പിയിലെ വിവിധ മേഖലകളിൽ SYSന്റെ നേതൃത്വത്തിൽ റോഡരികിൽ ടെന്റുകൾ സ്ഥാപിച്ച് നോമ്പുതുറ കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. പുണ്യമാസ ആരംഭം മുതൽ നടന്നുവരുന്ന പ്രവർത്തനത്തിന് SYS പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി KT ഉസ്മാൻ സഖാഫി, ഫിനാൻസ് സെക്രട്ടറി UA റഷീദ് അസ്കരി, സാന്ത്വനം വളണ്ടിയർമാരായ ഫസൽ റഹ്മാൻ, നിസാമുദ്ദീൻ സഖാഫി, അഷ്റഫ് പട്ടാമ്പി എന്നിവർ നേതൃത്വം നൽകുന്നു. വിശുദ്ധ ഖുർആൻ മാനവരാശിയുടെ വെളിച്ചമെന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് ആചരിക്കുന്ന വിശുദ്ധ റമദാൻ ക്യാമ്പയിൻ്റെ ഭാഗമായി SYS പട്ടാമ്പി സോൺ കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ ഹൈമയാണ് ഇവിടെ നടക്കുന്നത്. റമദാൻ 1 മുതൽ അവസാനം വരെയും പട്ടാമ്പി സോൺ പരിധിയിലെ വീടുകളിൽ നിന്ന് ശേഖരിച്ച ഇഫ്താർ വിഭവങ്ങളാണ് ഇവിടുത്തെ യാത്രക്കാരും അതുപോലെ തന്നെ നഗരമേഖലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾക്ക് ഇത് നൽകിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇതുപോലെയുള്ള സംരംഭം, സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ, മെഡിക്കൽ സഹായങ്ങൾ, പ്രവർത്തനങ്ങൾ, തസ്കിയത്ത് ക്യാമ്പുകൾ ഈ റമദാനിന്റെ ഭാഗമായി നടക്കുകയാണ്. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.